ഈ കൂട്ടത്തിൽ വിവാഹമേ എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ഉടനെ എങ്ങും വേണ്ട ചിന്തിക്കുന്നവർ കൈവക്കുവോ? തിരുവനന്തപുരത്തെ പ്രശസ്തമായ വുമൺസ് കോളേജിൽ കാണുന്ന കാഴ്ചയാണ്, വന്ന് നിൽക്കുന്നതിൽ ഒരു 90% പേർക്ക് എനിക്ക് കല്യാണമേ വേണ്ടെന്നാണ് പറയുന്നത്. ആൺകുട്ടികൾ ശ്രദ്ധിക്കുക. അപ്പം കാരണം 90% കുട്ടികളും പെൺകുട്ടികളും വിവാഹം വേണ്ട എന്ന് പറയുന്നു എന്നുള്ളതാണ്. ഒരു പക്ഷേ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള ഫാമിലീസ്, അവിടെ നിന്നുള്ള പിന്നെ വളരെ മോശമായ അനുഭവങ്ങൾ, ഇതൊക്കെ ഇത്തരം ഒരു പൊസിഷനിലേക്ക് പെൺകുട്ടികൾ എത്തിക്കാൻ കാരണമായിട്ടുണ്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായ ചില ഫീഡിങ്ങുകൾ അല്ലെങ്കിൽ ചില ബ്രെയിൻ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി അവെയർ ആവണം. ഈ 90% പെൺകുട്ടികളും അല്ലെങ്കിൽ ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഈ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടേത് മാത്രമാണ്. അതായത് നിങ്ങൾ വളരെ ഇൻഡിപെൻഡന്റ് ആയി എടുത്ത ഡിസിഷൻ ആണ് നിങ്ങൾ വിചാരിക്കരുത്. ഇതിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ കാണുന്ന സിനിമകൾ ഒബ്വിയസ്ലി നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ആ സിനിമകളുടെ പലതിൻ്റെയും തീം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് നിർത്തുന്നതാണ്. അതേപോലെ തന്നെ റീലുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകൾ, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന അഭിമുഖങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഈ വിവാഹം എന്നുള്ളതിന് ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് മാറ്റി നിർത്തുന്നുണ്ട്. മാത്രമല്ല, ഇപ്പം ഈ കഴിഞ്ഞ 2025 ജനുവരിയിലുള്ള ദേശാഭിമാനിയുടെ പിന്നെ മാസിക, അതിൽ ആ ഒരു തീം എന്ന് പറയുന്നത് തന്നെ സേ നോ ടു മാരേജ് എന്നാണ്. സേ നോ ടു മാരേജ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ലക്കത്തിൽ മുഴുവനായിട്ടും വരും നമുക്ക് കുടുംബങ്ങൾക്ക് തീ കൊളുത്താം എന്നാണ് അതിലൊരു ആർട്ടിക്കിളിന്റെ ഹെഡിങ്. എന്നുവെച്ചാൽ കുടുംബം തകർക്കണം, വിവാഹ സമ്പ്രദായം ഇല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ആര് പ്രവർത്തിക്കുന്നുണ്ട്? അത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് ഐഡിയോളജീസ് ആണ് അത് കൂടുതലായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് വിവാഹം വേണ്ട എന്നത് നമ്മുടെ മാത്രം തീരുമാനമല്ല, മറിച്ച് നമ്മൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇൻപുട്ടുകൾക്കനുസരിച്ചാണ് നമ്മൾ ആ തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ മാത്രമല്ല ഈ ഒരു ഫേസിലൂടെ കടന്നുപോയിട്ടുള്ളത്. 1960, 70, 80 കാലഘട്ടങ്ങളിൽ യൂറോപ്പിലുള്ള അമേരിക്കയിലൊക്കെയുള്ള സ്ത്രീകൾ, ഫെമിനിസത്തിന്റെ ഫോർ മദേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇത്തരം ചിന്താഗതികൾ വളരെ കർശനമായി തന്നെ വിവാഹം വേണ്ട, അത് സ്ത്രീയെ അടിച്ചമർത്തുന്നതാണ്, സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇപ്പം നമുക്ക് തോന്നുന്ന ആ ചിന്താഗതി ഉണ്ടല്ലോ, ആ ചിന്താഗതി വളരെ മുമ്പേ ഫെമിനിസത്തിന്റെ ഫോർ മദേഴ്സ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ അവർ വളരെ കൃത്യമായി കൊണ്ട് ഈ ഫാമിലി വേണ്ട എന്നുള്ള ഒരു അഭിപ്രായം അവർ പറഞ്ഞു. പക്ഷേ അവർ പിന്നെ, അതായത് ഏതാനും വർഷങ്ങൾക്ക് ശേഷം തിരിച്ച് അവർ പറയുന്നത് വെച്ചാൽ ആ ഒരു എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള പൊസിഷനിൽ നിന്ന് ഞാൻ തിരിച്ചു നടക്കുന്നു. അതായത് ഈ കുടുംബം വേണ്ട എന്നുള്ളത് ഒരു എക്സ്ട്രീമിസ്റ്റ് വ്യൂ ആണ്, അത് ഞാൻ അതിനോട് ഇനി ചേർന്ന് നിൽക്കുന്നില്ല. ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം വിവാഹം വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫെമിനിസം നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പ്രായമായി നരച്ച് പിന്നെ അവസാന കാലഘട്ടത്തിലായപ്പോൾ അവർക്ക് ആ ഒരു റിയലൈസേഷൻ വരികയാണ്, എനിക്കെന്താ ഉള്ളത്, എനിക്ക് ഫാമിലി ഇല്ല, കുടുംബമില്ല, കുട്ടികളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഫെമിനിസ്റ്റ് ഫോർമദേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഫാമിലി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വലിയ യുദ്ധം നടത്തിയ ആളുകളൊക്കെ അവസാനം വരുമ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ നേടാൻ പറ്റിയത്? നമുക്കിപ്പോൾ ഒരു 25 വയസ്സുള്ള ഒരാൾക്ക് 35 വയസ്സിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ 35 വയസ്സിന്റെ ഒരു പൂർണ്ണത എപ്പോഴാണ് കിട്ടുക എന്ന് 25 വയസ്സിൽ പറയാൻ പറ്റില്ല, ഈവൻ 35 വയസ്സിൽ പോലും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലാവുക. അവിടെയാണ് നമ്മൾ പറയുന്നത്, ഇതിനു വേണ്ടി ഫാമിലി വേണ്ട എന്ന ആശയത്തിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ടും വാദിച്ച ആളുകളെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അവർ പോലും തിരിച്ചു നിന്നിട്ട് പറയണത്, ഞങ്ങൾക്ക് വിവാഹം വേണമായിരുന്നു, എന്നാലേ ഞങ്ങളുടെ ജീവിതം കംപ്ലീറ്റ് ആവുമായിരുന്നുള്ളൂ. ഒരുപാട് സ്ത്രീകൾ ഈ കരിയറിന്റെ പിന്നാലൊക്കെ പോയിട്ട് ഫാമിലി ഇല്ലാതെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി, ഇതിൽ ഞങ്ങൾക്ക് റിഗ്രറ്റ് ഉണ്ട് എന്ന് അവർ പറയാം.